ശ്രീ മോഹൻ വർഗീസ്, ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആത്മവിശ്വാസമാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ BJP ക്യാമ്പിന് നൽകിയിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ അടിതെറ്റിയ അവസ്ഥയിലാണ് ആം ആദ്മി പാർട്ടി. എന്നാൽ ചിത്രത്തിലേ ഇല്ലാത്ത ഒരു സാഹചര്യം ആവർത്തിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ ഈ ഒരു ഫലങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ? എക്സിറ്റ് പോൾ ഫലങ്ങൾ പലപ്പോഴും ശരിയായിട്ടുണ്ട്, പമ്പേ പാളിപ്പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എക്സിറ്റ് പോൾ ഫലം മഹാഭൂരിപക്ഷം ഏജൻസികളും പ്രൊജക്റ്റ് ചെയ്യുന്ന ചിത്രമനുസരിച്ച് ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷകൾക്ക് ചെറിയ തോതിൽ മങ്ങലേറ്റു എന്നാണ് കാണുന്നത്. 44% വോട്ട് ഷെയറാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ശരാശരി. എല്ലാ എക്സിറ്റ് പോളുകളുടെയും ആവറേജ് നോക്കുമ്പോൾ 44%. അത് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച 54%-ൽ നിന്നും 10% താഴേക്ക് പോയിരിക്കുന്നു. അതേസമയം ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് ഷെയർ കുതിച്ചുയരുന്ന കാഴ്ചയാണ്. 40-ൽ താഴെ നിന്ന വോട്ട് ഷെയർ 35-36% നിന്ന വോട്ട് ഷെയർ 46%-ലേക്ക് കുതിച്ചുയരുന്ന കാഴ്ചയും കണ്ടു. അങ്ങനെ കേവലം 2% വ്യത്യാസമാണ് ഇവിടെ കാണുന്നത്. അത് സീറ്റുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു എഡ്ജ് കിട്ടും എന്ന രീതിയിലാണ് മിക്ക സർവേക്കാരും പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇവിടെ നിർണായകമാകാൻ സാധ്യതയുള്ള ഒരു ഘടകം കോൺഗ്രസ് പാർട്ടി, ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 2020 ആണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 4.2% വോട്ട് ഷെയർ ഇപ്രാവശ്യം 8%-ലേക്ക് ഉയരുന്നു. അപ്പോഴും യാതൊരു സീറ്റും കിട്ടുമെന്ന പ്രതീക്ഷയില്ല. 8% ഒരിക്കലും ഒരു വിന്നബിൾ സീറ്റില്ല. അപ്പം കോൺഗ്രസ് ഇപ്പോഴും സംപൂജ്യരായി മാറാനുള്ള സാധ്യതയാണ്. 1 സീറ്റോ 2 സീറ്റോ ഒക്കെയാണ് പരമാവധി എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. ചില എക്സിറ്റ് പോളുകളിൽ കോൺഗ്രസിൻ്റെ കോളത്തിൽ 0 തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് 4%-ൽ നിന്നും 8%-ലേക്ക് വേണമെങ്കിൽ പറയാം 100% ഡബിൾ ആയി മാറുകയാണ്. ആ വോട്ട് സ്വാഭാവികമായും ആം ആദ്മി പാർട്ടിക്ക് ഒരു സഖ്യമുണ്ടായിരുന്നുവെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് പോകാവുന്ന വോട്ടുകളാണ് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ 4 വോട്ടുകൾ. അപ്പോൾ കോൺഗ്രസിന് വിജയിക്കാൻ സാധിക്കുന്നില്ല, ആം ആദ്മി പാർട്ടി പരാജയപ്പെടുകയും ചെയ്യുന്നു എന്ന ഒരു ആരിത്തമെറ്റിക്സ് ഇതിനകത്ത് വേണമെങ്കിൽ സൂചിപ്പിക്കാം. ഡൽഹിയുടെ 70 മണ്ഡലങ്ങളിൽ 17 മണ്ഡലങ്ങൾ കോൺഗ്രസ് പാർട്ടി ഒരു ഫൈറ്റിംഗ് ചാൻസ് ഉള്ള മണ്ഡലങ്ങളായി കരുതിയിരുന്നു. അതിൽ തന്നെ 11 മണ്ഡലങ്ങൾ ന്യൂനപക്ഷ മേധാവിത്വമുള്ള അല്ലെങ്കിൽ നിർണായകമായ മുസ്ലിം ന്യൂനപക്ഷ പ്രാതിനിധ്യമുള്ള സ്ഥലങ്ങളാണ്. അതിൽ ഏതാനും സീറ്റുകൾ കോൺഗ്രസ് പ്രതീക്ഷ വെച്ചിരുന്നതുമാണ്. അവിടെ ഒരുപക്ഷെ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ, വോട്ടർമാർ ഒരു ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരായി ഒരു ടാക്ടിക്കൽ വോട്ടിങ്ങിലേക്ക് നീങ്ങുകയും ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കാണുന്ന നമ്പേഴ്സ് വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് മുസ്ലിം വോട്ട്, ന്യൂനപക്ഷ വോട്ട് ചെറിയ തോതിൽ ചിതറിയിട്ടുണ്ട്. അതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. പക്ഷേ അതിനും ഉപരിയായി ഒരു അടിസ്ഥാന കാരണം ഈ ഫലത്തിൽ, ഈ ഫലസൂചനകളിൽ അടിസ്ഥാനപരമായ ഒരു ഘടകം കാണുന്നു. അതാണ് കഴിഞ്ഞ ബജറ്റിൽ കണ്ട, നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ആഴ്ച അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ കണ്ട സർജിക്കൽ സ്ട്രൈക്ക്. അതായത് മധ്യവർഗത്തിന് ഒന്നാകെ കയ്യിലെടുക്കുന്ന, നാളിതുവരെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇത്രയും വലിയൊരു കൺസെഷൻ മധ്യവർഗത്തിന് കൊടുത്തിട്ടില്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു സ്ട്രാറ്റജി കൃത്യമായി വിജയം കണ്ടു. അതായത് മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി ആ ഒരു ബജറ്റിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. നിർമ്മലാ സീതാരാമൻ സൂചിപ്പിച്ചതുപോലെ തന്നെ, പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മധ്യവർഗ ഭാരതം, ആ മധ്യവർഗങ്ങൾ കൂടുതലുള്ള ഒരു ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആ ഭാരതത്തിൻ്റെ അവർ അഴിമതിക്ക് എതിരാണ്, അവർ സുജനപക്ഷപാതത്തിനെതിരാണ്. എല്ലാം നേരായ രീതിയിൽ കൊണ്ടുപോകണം, നേരായ രീതിയിൽ നടന്നു പോകണമെന്ന് കരുതുന്ന ഒരു വിഭാഗം, ആ മധ്യവർഗത്തിൻ്റെ വോട്ടുകളൊക്കെയും സ്വരൂപിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ ഞാനിത് വ്യക്തമാക്കാൻ കാരണം അഴിമതിയിൽ ആകെ അവതാളത്തിലായ ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അവിടെയാണ് ഈ അഴിമതിക്ക് എതിരെ നിൽക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കെടുകാര്യസ്ഥതയ്ക്ക് എതിരെ നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ വിശ്വാസം ആർജിക്കാൻ മോദി സർക്കാരിന് സാധിച്ചിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായ ഒരു പ്രതിഫലനം തന്നെയാണ് മധ്യവർഗം ഏറെ അധിവസിക്കുന്ന ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അല്ലേ? തീർച്ചയായും നിർദ്ദവർഗത്തിന് നിർണായകമായ സ്വാധീനമുള്ള ഒരിടമാണ് ഡൽഹി. ഒരിടമെന്നല്ല, ഇന്ത്യയിൽ കൃത്യമായ മധ്യവർഗത്തിന് ഒരു നിർണായക സ്വാധീനമുള്ള ഏറ്റവും പ്രധാന ഇടം തന്നെയാണ് ഡൽഹി. അവിടെ ഗവൺമെൻറ് ജീവനക്കാർ, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും കൃത്യമായ മാസ ശമ്പളം ലഭിക്കുന്ന ആളുകളുമെല്ലാം ഒരു മാസം 1 ലക്ഷം രൂപ വരെ വരുമാനം, അതായത് വാർഷിക വരുമാനം
12 ലക്ഷം, അതോടൊപ്പം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒരു 75,000 കൂട്ടുമ്പോൾ 12,75,000 രൂപ വരെ വരുമാനമുള്ള ശമ്പളക്കാരും അല്ലാത്തവരും പൂർണ്ണമായി നികുതി ബാധ്യതയിൽ നിന്നും ഒഴിവാകുന്നു എന്ന് പറയുമ്പോൾ ന്യായമായും അതിൻ്റെ ചൂടാറുന്നതിന് മുൻപ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു താങ്ക്സ് ഗിവിംഗ് അനിവാര്യമായ ഒരു കാര്യമാണ് എന്നൊരു പക്ഷേ മധ്യവർഗം വിധി എഴുതിയിരിക്കാം. അത് ഡൽഹിയിൽ നിന്നും തുടങ്ങിയല്ലേ? ഡൽഹിയിൽ നിന്ന് തുടങ്ങി. കാരണം ഇവിടെ ഡൽഹിയെ പലപ്പോഴും കേന്ദ്ര ബഡ്ജറ്റിനെതിരെ വന്ന ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിനെതിരെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ബഡ്ജറ്റിൻ്റെ പോരായ്മകളെക്കുറിച്ചല്ല, ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് എന്ന രീതിയിലാണ് പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചിരിക്കുന്നത്. ഡൽഹി മാത്രമല്ല ഇന്ത്യ എന്നറിയാമല്ലോ, ഇന്ത്യ എല്ലാവർക്കും ബാധകമാകുന്ന നികുതി നിർദ്ദേശങ്ങളാണ് നൽകിയത്. പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് അളക്കുന്നത് ഡൽഹിയാണ്. അതുമാത്രമല്ല, ഒരു ഫ്രീ ബി പോളിറ്റിക്സ് ഒരു പരിധിവരെ അത് ഇന്ത്യയിൽ വിജയകരമായി ഡബിൾ വിജയകരമായി നടപ്പാക്കിയത് കേജ്രിവാളാണ്. ആ ഒരു ഫ്രീ ബി പോളിറ്റിക്സ് അതിൽ നിന്നൊരു ചിന്തി എടുത്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ തോതിലുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കഴിഞ്ഞത്. അതിനുള്ള മാൻഡേറ്റാണ് ഹരിയാന, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾ ലഭിച്ചതും. അത് ഡൽഹിയിലും BJP ആവർത്തിക്കുകയാണ്. ആദ്യം തന്നെ ഈ ഒരു മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി തകരും എന്ന ഒരു ഭയത്താൽ ആദ്യകാലങ്ങളിൽ ഒരു 10 പതിറ്റാണ്ട് മുമ്പ് BJP മടിച്ചു നിന്നൊരു കാര്യമാണ് ഫ്രീ ബി പോളിറ്റിക്സ്. പക്ഷേ BJP ആ ഒരു റെജിമെൻറ്റിലേക്ക് വരുന്നൊരു കാഴ്ച വിജയകരമായി മറ്റ് സംസ്ഥാനത്ത് നടപ്പാക്കിയെടുത്ത ഒരു മാതൃക ഡൽഹിയിലും പറഞ്ഞു. കേജ്രിവാൾ പറഞ്ഞു 2,100 രൂപ ഓരോ സ്ത്രീയുടെയും, ഒരു പാവപ്പെട്ട ഓരോ സ്ത്രീകളുടെയും അക്കൗണ്ടിൽ 2,100 രൂപ. BJP അത് 2,500 പറയുകയാണ്. അപ്പോൾ അതിന് കൗണ്ടറായി കേജ്രിവാൾ പറയുന്നു, ഞാൻ എൻ്റെ ഭരണകാലത്ത് നിങ്ങളുടെ ഗാർഹിക ബഡ്ജറ്റിൽ 35,000 രൂപയുടെ വരെ കുറവ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഫ്രീ ഇലക്ട്രിസിറ്റി, ഫ്രീ വാട്ടർ സപ്ലൈ, ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ എന്ന് വേണ്ട ഹെൽത്ത് കെയർ ബെനിഫിറ്റ്സ് എന്ന് വേണ്ട സകല കാര്യങ്ങളും. അപ്പോൾ സ്ഥിതിവിവരക്കണക്കുകളുടെ സഹായത്തോടു കൂടി BJP അതിനെ കൗണ്ടർ ചെയ്യുന്ന കാഴ്ചയും കണ്ടു. അതുകൊണ്ട് ഈ 2-3 പ്രാവശ്യം അടുപ്പിച്ച മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയ കേജ്രിവാളിന് 4-ാം ഊഴത്തിൽ കാലിടറുന്ന കാഴ്ചയാണോ കാണുന്നത് എന്ന് സാഗൂതം നമുക്ക് നോക്കിക്കാണണം. അതിനോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് ഫ്രീ ബി പോളിറ്റിക്സ് ആയിരുന്നില്ല, അഴിമതി വിരുദ്ധതയുടെ കവച കുണ്ഡലങ്ങൾ ധരിച്ച് യുദ്ധസജ്ജരായി ഇറങ്ങിയ ആം ആദ്മി പാർട്ടി ഇന്ന് എവിടെ പോയി ആ കുണ്ഡലങ്ങൾ, എവിടെ പോയി ആ ഒരു കവചം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അഴിമതിയുടെ കറ പുരണ്ടു. ആ സംശയം കേജ്രിവാളിന് നേരെയും കേജ്രിവാളിന്റെ പാർട്ടിയിലെ ഉന്നത നേതാക്കൾക്കെതിരെ നീളുന്നു. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് തന്നെയായിരിക്കാം ആം ആദ്മിയെ സംബന്ധിച്ചാലും ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു.